ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ഐ ഗോട്ട് 90% ഇൻ എക്സാം. അപ്പോൾ ഇത് ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ്. ഞാനും നിങ്ങളെപ്പോലെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത്രയും നല്ല മാർക്ക് 90% മാർക്ക് എക്സാമിന് വാങ്ങുന്നതെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിനോ നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇതെല്ലാം കൂടി പഠിച്ച് തീർക്കും? കുറേ ബാക്ക്ലോഗ്സ് കിടപ്പുണ്ട്. ഇനി ആകെ ഇച്ചിരി ടൈം കൂടി മാത്രമേ ഉള്ളൂ ക്രിസ്മസ് എക്സാമിന്. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങുമെന്ന് കൺഫ്യൂസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം ഈ ടൈമിൽ ഞാൻ ഇതേ അവസ്ഥയിലിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്ത ടിപ്സൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡി ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണെന്ന് വീഡിയോയുടെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ട്യൂഷനും പോകുന്നില്ല. പിന്നെ എങ്ങനെ 90% മാർക്ക് കിട്ടി? അതൊരു ചോദ്യമാണല്ലേ. സ്കൂൾ തുടങ്ങുക ജൂൺ തൊട്ട് ഓണം എക്സാം വരെ നമ്മൾ നന്നായിട്ട് പഠിക്കും. എന്നാൽ ഓണം കഴിഞ്ഞിട്ട് കലോത്സവം, സ്പോർട്സ്, ടൂറ് എന്നിങ്ങനെ ഓരോന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പഠിക്കാനുള്ളത് മറന്നു പോകും. നമ്മൾ പഠിക്കത്തേ ഇല്ല. അങ്ങനെയാണ് എനിക്ക് കുറേ ബാക്ക്ലോഗ്സ് വന്നത്. എന്നാൽ ടീച്ചേഴ്സ് ആ ടൈമിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ പഠിപ്പിക്കുന്നത്. എൻ്റെ സ്കൂൾ ടൂർ കഴിഞ്ഞത് ഒക്ടോബർ മാസം അവസാനത്തിലാണ് കേട്ടോ. 30-31 അത് കഴിഞ്ഞ് നവംബർ മാസം കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. പിന്നെ അതേ നേരെ നോക്കുമ്പോൾ എന്താണ്, ക്രിസ്മസ് എക്സാമാണ്. എന്നാൽ 1 മന്ത് ഉണ്ടല്ലോ, എന്നാൽ നന്ന് സൂപ്പറായിട്ട് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കും എനിക്കാണ് അങ്ങോട്ട് ചിക്കൻ പോക്സും വന്നു. അങ്ങനെ ആ മാസത്തിലെ പകുതി എനിക്ക് പോയി ചിക്കൻ പോക്സ് കാരണം. പിന്നെ എൻ്റെ കയ്യിൽ ടൈം ഉണ്ടായിരുന്നത് ബാക്കി 15 ദിവസമാണ് ആ മന്തിലെ. ആ ടൈമിൽ എനിക്ക് ബാക്ക്ലോഗ്സ് തീർക്കണം, അതുപോലെ തന്നെ റിവിഷൻ ചെയ്യണം, പിന്നെ ക്ലാസ്സിലപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കണം. പിന്നെ ആ 15 ദിവസം എൻ്റെ ക്ലാസ് മിസ്സായതിൻ്റെ അതും എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ ടൈമിൽ എല്ലാ സ്റ്റുഡൻസും ചിന്തിക്കുന്ന പോലെ തന്നെ ഞാനും വിചാരിച്ചു, ക്രിസ്മസ് എക്സാം അല്ലേ, എന്തെങ്കിലും ചെയ്ത് പാസ്സായാൽ പോരെ, മെയിൻ എക്സാമിന് പിടിക്കാമെന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ എൻ്റെ മൈൻഡ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ടോപ്പിക്കാണ് മെയിൻ എക്സാമിന് ഒരു 70% വരുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന് അത്രയും നമ്മൾ സെറ്റായിട്ട് പഠിച്ചാൽ മെയിൻ എക്സാമിന് നമുക്ക് കുറച്ച് കുറവായിട്ട് വർക്ക് ചെയ്താൽ മതി. അതായത് ബാക്കി 30%-നുള്ള വർക്ക് ചെയ്താൽ മതി എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് ലീവൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങി. ഇപ്പം ഒരു ചാപ്റ്റർ എടുത്തിട്ട് നമ്മൾ ടീച്ചേഴ്സ് പറയുമല്ലോ ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാ ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാൻ മേലെങ്കിൽ നിങ്ങളത് ടീച്ചേഴ്സിനോട് ചോദിക്കുക, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ. അപ്പോൾ അത് തന്നെ നമ്മൾ ഫസ്റ്റിൽ നിന്ന് പഠിച്ചു തുടങ്ങുക. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ഞാനാണെങ്കിൽ ആ ചാപ്റ്ററിലെ PYQs ഒക്കെ ചെയ്യുമായിരുന്നു. ലേബർ ഇന്ത്യ പോലെയുള്ള അങ്ങനത്തെ ഞാൻ ലേബർ ഇന്ത്യ ഉപയോഗിച്ചാണ് കേട്ടോ PYQs ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളിൽ അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തു നിന്നുള്ള PYQs ഒക്കെ ചെയ്ത് പഠിക്കുക, ആ കൂടെ തന്നെ ചെയ്തു പോവുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പോൾ കുറേ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഒട്ടും അറിയാൻ മേലാത്ത ടോപ്പിക്സുകളൊക്കെ ആണെങ്കിൽ യൂട്യൂബിലെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. എൻ്റെ സ്റ്റഡി ജേർണിയിൽ യൂട്യൂബ് ക്ലാസ്സിന് വളരെ നല്ലൊരു പങ്കുണ്ട് കേട്ടോ. കാരണം ഞാൻ അതുപോലെ ക്ലാസ്സുകൾ കാണുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിൽ നമുക്ക് വേറെ ആരും പറഞ്ഞു തരാനില്ല. അപ്പം ഞാൻ ഈ യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ടാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബാക്ക്ലോഗ്സ് ഒക്കെ തീർത്തത്. പിന്നെ നിങ്ങൾ വിചാരിക്കും, എന്നാൽ എവിടെ നിന്ന് തുടങ്ങണം, ബാക്ക്ലോഗ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ചാപ്റ്ററിൽ തുടങ്ങണം അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങണം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഒരു ഈസി, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ഹാർഡ് എന്ന് പറഞ്ഞ പോർഷനിൽ എഴുതുക. ഇന്ന് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് മീഡിയത്തിൽ എഴുതുക, ഈസിയാന്ന് തോന്നിയത് ഈസിയിൽ എഴുതുക. എന്നിട്ട് ഒരു ഡേ നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്ന ടൈമിൽ, ചിലവർക്ക് രാവിലെ ആയിരിക്കും, ചിലവർക്ക് രാത്രി ആയിരിക്കും. എനിക്കത് ഏർലി മോർണിംഗ്സ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഏർലി മോർണിംഗിൽ ഞാൻ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റിൽ തന്നെ തുടങ്ങും.
പിന്നെ അത് കഴിഞ്ഞിട്ട് മീഡിയമുള്ള സബ്ജക്റ്റ് എടുക്കും. ഒരു ഉച്ചയൊക്കെ ആകുമ്പം ഉറക്കമൊക്കെ തോന്നുമ്പോഴത്തേക്ക് ഞാനൊരു ഈസി സബ്ജക്റ്റ് എടുക്കും. രാത്രിയിൽ പിന്നെയും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ്, പിന്നെ മീഡിയം, അങ്ങനെ ഞാൻ മിക്സ് ചെയ്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം അല്ലെങ്കിൽ നല്ല ബോറടിക്കും. ഏറ്റവും ഈസി ആയിട്ടുള്ള മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ ഈസി മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ, ഹാർഡൊന്നും കംപ്ലീറ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു ടിപ്പ്, നിങ്ങൾക്ക് മടി തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു, ഇപ്പം നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ ജയൻറ്റ് സ്റ്റോപ്പ് വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈമറൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് മടുപ്പ് വരാതെ പഠിക്കാൻ പറ്റും. പിന്നെ കുറച്ച് നേരം പഠിച്ച് കഴിയുമ്പോൾ നിങ്ങളെ സ്വയം റിവാർഡ് ചെയ്യുക, എന്തെങ്കിലും ചോക്ലേറ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും. അങ്ങനെ ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ റിവിഷനാണ് ഫോക്കസ് ചെയ്തത്. റിവിഷൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ലാസ്റ്റ് ഡേ യൂട്യൂബിൽ ഇങ്ങനെ കുറേ ചാനലിൽ നമുക്കിങ്ങനെ ഫുൾ ചാപ്റ്റർ റിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ വരുമല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ഇയറിൽ അങ്ങനെ എടുത്തിട്ട് നേരത്തെ കാണുമായിരുന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ റിവൈസ് ചെയ്ത് പോവായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ റിവിഷന് കംപ്ലീറ്റ് ചെയ്യുന്നത്. എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ഒരു ക്ലാസ് എടുത്ത് ഫുൾ ലൈവ് കാണും. പിന്നെ പിറ്റേ ദിവസം മോർണിംഗിലും ഫുൾ ലൈവ് കാണും. പിന്നെ ഞാൻ ക്ലാസ് കണ്ട് മാത്രമല്ല കേട്ടോ പോവുക, അതിൻ്റെ കൂടെ തന്നെ നോട്ടും എഴുതുമായിരുന്നു കേട്ടോ. ആ നോട്ട് എന്നിട്ട് ഞാൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും അവിടെ ചെന്നിരുന്ന് റിവൈസ് ചെയ്യും എക്സാമിന് മുൻപ്. ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടാണ് കേട്ടോ എനിക്ക് 10ലും +2ലൊക്കെ നല്ല മാർക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.